വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജിമെയിൽ സ്റ്റോറേജ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജിമെയിൽ വരാത്തത് എന്നുള്ള പ്രശ്നത്തിനൊരു പരിഹാരം. നമ്മൾ എത്ര തന്നെ ഇൻബോക്സ് ക്ലിയർ ചെയ്താലും പിന്നെ ഡിലീറ്റഡ് മെസ്സേജ് ക്ലിയർ ചെയ്താലും ഫോട്ടോസ് പോയി ഡിലീറ്റ് ചെയ്താലും ഡ്രൈവ് ക്ലിയർ ചെയ്താലും ഒന്നും ജിമെയിൽ വരാതിരിക്കുന്നത് കാണാം. ജിമെയിൽ നോക്കുമ്പോൾ പുതിയ ജിമെയിലൊന്നും വരുന്നില്ല, പഴയ ജിമെയിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ ആ സൊല്യൂഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. ഈ വീഡിയോൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് ഷോർട്സ് കണ്ട് മനസ്സിലാത്തവർക്ക് ഈ വീഡിയോ കുറച്ചും കൂടിയും എലാബറേറ്റായി വിശദമായി മെല്ലെ നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സെയിം വീഡിയോ കുറച്ചുകൂടിയും വിശദമായി നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജിമെയിൽ തുറന്നിട്ട് ആ മേലെ ഒരു 3 വര കാണുന്നില്ല ലെഫ്റ്റ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഏത് ജിമെയിലാണ് നമുക്ക് പ്രശ്നമുള്ളത് ആ ജിമെയിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുറച്ച് സെറ്റപ്സ് ചെയ്യാൻ പറ്റും. അതായത് ഇത് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഇത് ഓപ്ഷണലാണ്. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പിന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കയറുന്ന കുറേ മെസ്സേജസ് ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആവശ്യമില്ല എന്നുള്ളതും പിന്നെ നോട്ടിഫിക്കേഷൻ വേണ്ട എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഇടുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഇതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെ വെക്കണം, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. കാരണം ഇവിടെ തന്നെ നമ്മൾ കുറേ മാറ്റങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ അൺനെസസറി വരുന്ന കുറേ ഇമെയിലുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളിവിടെ ഓരോന്നും വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത് മാത്രം ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല സോഷ്യൽ മീഡിയക്കുള്ള മെസ്സേജൊക്കെ വെറുതെ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്ക് പോയാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവിടെ നിന്ന് അറിഞ്ഞാൽ പോരെ, അതെന്തിനാ ജിമെയിലും കൂടി നമുക്ക് വരണോ? വേണ്ട, ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ വേണ്ട നോക്കുക തന്നെയാണ് നല്ലത്. അതെല്ലാം വെറുതെ ജിമെയിൽ നടക്കുന്നൊരു ഇൻബോക്സ് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വേണ്ടാത്തൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതാണ് ഇവിടെ മെയിനായിട്ട് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പം പിന്നെ കണ്ടമാനം ഇമെയിൽ വരില്ല. ഇനി ഇതവിടെ ചെയ്ത് വെക്കുക എന്നുള്ളത് അത് നമുക്ക് ഫ്യൂച്ചറിലെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം നിങ്ങൾക്കിപ്പോൾ വരാത്ത ജിമെയിൽ എങ്ങനെ വരും, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. നമുക്ക് ജിമെയിൽ ലേറ്റസ്റ്റ് വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. നോർമലി നിങ്ങളെ മൊബൈൽ ഉണ്ടാവുമല്ലോ ഒരു സെറ്റിങ്സ്, കണ്ടില്ല ആ വീലിൻ്റെ കളറിലുള്ളത്. ആ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം, താഴോട്ട് കാണാം ആപ്സ് പറഞ്ഞിട്ട്, അവിടെ കണ്ടില്ലേ ആ ആപ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവിടെ മാനേജ് ആപ്സ് എന്ന് കണ്ടില്ലേ സെക്കൻഡ് വൺ, ആ മാനേജ് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഏത് ആപ്പാണ് മാനേജ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്യാം. ഇനിയിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ടൊന്നും കാണുന്നില്ല, അത്രയും പേഷ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ജിമെയിൽ എന്നുള്ളത് വന്നില്ല. അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം താഴെ റൈറ്റ് കോർണറിൽ കണ്ടില്ലേ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതങ്ങ് ക്ലിയർ ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിയർ ഓൾ ഡാറ്റ, ക്ലിയർ ക്യാഷേ ചെയ്യരുത്, ക്ലിയർ ഓൾ ഡാറ്റ തന്നെ കൊടുത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് നമ്മളങ്ങ് ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ അനാവശ്യമുള്ള ഡാറ്റകളും ക്യാഷയും എല്ലാം ഡിലീറ്റ് ആയിക്കോളും. പിന്നെ ഇത് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾക്ക് ജിമെയിലിൻ്റെ ID പാസ്വേഡ് അറിയണം കേട്ടോ. പിന്നെ വീണ്ടും സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാതെ വരരുത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യുക. ഈ സെറ്റിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ജിമെയിലിൽ പോവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ സൈൻ ഔട്ട് ആയി കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈൻ ഇൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ സൈൻ ഇൻ കുറേ ഇമെയിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് ഇമെയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇമെയിലിൽ പുതിയ ഇമെയിലൊക്കെ വന്നു തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ പുതിയ ജിമെയിലൊക്കെ വന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.